അഗ്നിപരീക്ഷ ശരിക്കും ഞാൻ വിചാരിച്ചു ഈ ഷോ ട്രോളിൽ ഏറി പോകുമെന്ന്. പക്ഷേ ഇതിന്റെ എപ്പിസോഡ് 1 ഞാനിപ്പോ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സംഭവം വേറെ ലെവലാണ്. കാരണം ഇതിനകത്ത് കുറേ ട്വിസ്റ്റുകൾ ഈ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ടോട്ടൽ 40 കണ്ടസ്റ്റൻസ് ആണ്. അവരിൽ നിന്നും പകുതി പേരെ ഫസ്റ്റ് ഒരു ടാസ്കിലൂടെ സെലക്ട് ചെയ്ത് ആ പകുതി പേരെ തന്നെ 3 ടീമാക്കി സ്പ്ലിറ്റ് ചെയ്യാണ്. ആ ടീമിന്റെ നേതൃത്വം അല്ലെങ്കിൽ ആ ടീമുകളെ ജഡ്ജസ് ആയിട്ടുള്ള രഞ്ജിനിക്കും റിയാസിനും അതുപോലെ അഖിൽ മാരാർക്കും കൊടുക്കുന്നു. അവരുടെ ഉള്ളിൽ തന്നെ ഓരോ ടീമുകൾക്കും ഓരോ സ്പെഷ്യൽ ടാസ്ക് വീതം ഇൻഡിവിജ്വലി കൊടുത്ത് അവരിൽ നിന്നും ഒരാൾക്ക് സ്പെഷ്യൽ പവർ ഉള്ള പെൻഡന്റ് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്ത് അതിൽ നിന്നും 2-3 പേരെ ഡേഞ്ചർ സോണിലേക്ക് വിടുന്നു. ശരിക്കും ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. റിയാസും അഖിൽ മാരാറും കൂടെ ഇന്ന് ഗ്രാൻഡ് ലോഞ്ചിലെ പോക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം രണ്ടും കൂടി അടിയാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രഞ്ജിനി നടുക്കിരുന്ന് ഇതെല്ലാം കൂടി തീർക്കേണ്ടി വരും. കാരണം ആ ലെവലിലാണ് അവരുടെ സംസാരം. അഖിൽ മാരാർ ചോദിക്കുന്നുണ്ട്, റിയാസിന്റെ സീസൺ കണ്ടവരില് റിയാസിനായിട്ട് ഒരെണ്ണം പൊട്ടിക്കണം എന്ന് തോന്നി ഒരാൾ എന്റെ ടീമിലേക്ക് വായോ? റിയാസ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, അഖിൽ മാരാറുടെ സീസൺ കണ്ടതിൽ അഖിൽ മാരാറുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആരുണ്ട്, അയാൾ എൻ്റെ ടീമിലേക്ക് വായോ? ഇവന്മാർ രണ്ടുപേരും കൂടി അടി കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. റനീഷ ഒരു വിധത്തിൽ പറഞ്ഞു നിർത്തുന്നുണ്ട് വഴക്ക് ആക്കരുത്, അടിയാക്കരുത് എന്നൊക്കെ ഉള്ളത്. കണ്ടസ്റ്റൻസ് ഇത് കോമണേഴ്സ് ആണോ എന്നൊരു ഡൗട്ട് മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇവരുടെ പൊട്ടൻഷ്യലീസ് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റൻസ് ആണ്. ഇവരുടെ ഈ ഷോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് കാണണം എന്ന് കരുതി ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ കാണണം, അയ്യോ ഇത് തെലുങ്കില് ഹിറ്റായി മലയാളത്തിൽ സെറ്റപ്പ് ആവോ എന്നൊക്കെ ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, നമുക്കൊന്നും പറയാറൊന്നും ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ മനസ്സിലായത് സാധാ നമ്മൾ കാണുന്ന ഒരു തുക്കട സെറ്റപ്പ് അല്ല. ഇത് തുക്കട സെറ്റപ്പ് അല്ല. ഇതിനകത്ത് നല്ല രീതിയിൽ അവർ ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ടെന്നും നല്ല രീതിയിൽ ഇത് മേക്ക് ചെയ്തിട്ടുണ്ടെന്നുമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ ഫസ്റ്റ് ദിവസമാണ്, പുതിയൊരു ഷോയാണ്, നല്ലൊരു അഭിപ്രായം പറയണം അങ്ങനെയൊന്നും കരുതിയിട്ടല്ല പറയുന്നത്. എനിക്ക് തോന്നിയിരിക്കും, എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു ജെനുവിൻ ഒപ്പീനിയൻ, എടേ സംഭവം കൊള്ളാല്ല, ആ മെന്റാലിറ്റിയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? റനീഷ ആങ്കറായിട്ട് കൊള്ളാം, കുറേ നല്ല കാര്യങ്ങൾ റനീഷ മാനേജ് ചെയ്യുന്നുണ്ട്. അഖിൽ മാരാറും രഞ്ജിനിയും റിയാസും ഒന്നും ഞാൻ ഈ പ്രൊമോയിൽ കണ്ട പോലത്തെ ഒരു ക്രഞ്ച് സാധനമല്ല. ക്രഞ്ച് സാധനം ഉണ്ട്, നമ്മൾ ചിരിച്ചു പോകുന്ന സാധനങ്ങളും ഉണ്ട്. കണ്ടസ്റ്റൻസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരങ്ങളും എനിക്ക് തോന്നുന്നു ഇന്ന് മാത്രം തന്നെ ഒരു 4 ടാസ്കോളം നടന്നിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഡൗട്ടായിരുന്നു ഈ 1 മണിക്കൂറുള്ള ഈ ഷോക്കകത്ത് എങ്ങനെ ഇവർ ഈ 40 കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ 20 കണ്ടസ്റ്റൻസിന്റെ ഇൻട്രോ എങ്കിലും, അതായത് എൻ്റെ പേര് ഇതാണ്, എൻ്റെ സ്ഥലം ഇതാണ്, അതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളിക്കും എന്നെനിക്ക് തോന്നുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ചടപടേ എന്ന് പറഞ്ഞ ആൾക്ക് എല്ലാം വേഗത്തിൽ കഴിഞ്ഞു പോയി. മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ഷോക്കകത്ത് ബിഗ് ബോസിൻ്റെതായിട്ടുള്ള കുറേ BGMസും ആ ലോകത്തിൻ കഥ അറിയാതെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ എനിക്കിത് കുറെ കൂടി ബെറ്റർ ആയിട്ട് തോന്നി. അപ്പൊ ഗ്രാൻഡ് ലോഞ്ച് എന്തുകൊണ്ടും എനിക്ക് വളരെ നന്നായിട്ടാണ് ഫീൽ ചെയ്തത്. വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഗ്രാൻഡ് ലോഞ്ചിന്റെ ഓഗസ്റ്റ് 15-ാം തീയതിയിലെ എപ്പിസോഡ് 1ന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ മൂൺലൈറ്റ് മീഡിയയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് ചാടിക്കയറി വരുന്നവർ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ആണ്, മോട്ടിവേഷൻ ആണ്. FBയിലോ ഇൻസ്റ്റയിലോ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണുന്ന യൂട്യൂബ് വീഡിയോയിലെ ഒന്ന് ഹൈപ്പും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞവർ തന്നെയാണ് കണ്ടസ്റ്റൻസ്, അതിൽ മാറ്റമൊന്നും തന്നെ ഇല്ല. മൊത്തം 20 കണ്ടസ്റ്റൻസിനെയാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 20 പേരുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. RJ അനഘ, രാഷ പാലത്തിങ്കൽ, പൂജ ശരത്, ഷിബിന, അഭിരാം, ആസിയ നൂറിൻ, പ്രണവ്, നയന ബാലകൃഷ്ണൻ, സാബിറ ഷെരീഫ്, അഡ്വക്കേറ്റ് അമൃത, വർഷ അന്ന വിജി, രചന, ആരാധ്യ ടി ആന്റണി, പാർവതി നാരായണൻ, എൽദോ ജോർജ്, അമൽ മോഹൻ, ഷിജിൻ, ബിജു തോമസ്, ഷാനോ തോമസ്, അപർണ സുരേഷ്. അങ്ങനെ 20 കണ്ടസ്റ്റൻസ് ആണ് ഇന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നാളെ ബാക്കി 20 പേരും കൂടി സ്റ്റേജിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ അഗ്നിപരീക്ഷയുടെ സെറ്റ് കാണിക്കുന്നുണ്ട്. സെറ്റപ്പ് സാധനം പറയാമല്ലോ, നമ്മുടെ സാധാ ബിഗ് ബോസിന്റെ വീക്കെൻഡ് നടക്കുന്നതിനേക്കാളും എനിക്ക് തോന്നി കുറച്ചും കൂടി നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ചിരിച്ചൊരു സാധനം തന്നിട്ടുണ്ട്. റനീഷ വന്ന് പറയുന്നുണ്ട് ആദ്യ പ്രസൻസ് മട്ടനാട് മട്ടേരി പ്രസൻസ്. അപ്പൊ ഞാൻ ഇത് മട്ടനാട് മട്ടേരി അത് പറയുന്നൊരു സ്റ്റൈലുണ്ട്. റനീഷയുടെ ആങ്കറിങ് ത്രൂ ഔട്ട് ദ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എനിക്ക് മനസ്സിലായത് റനീഷയെ കൊണ്ട് പറ്റുന്നില്ല സാധനം. പക്ഷെ മാക്സിമം റനീഷ
റനീഷയുടെ 100% ഇട്ടുകൊണ്ട് അത് ആങ്കർ ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 എപ്പിസോഡൊക്കെ കഴിയുമ്പം റനീഷ പക്ക സെറ്റപ്പ് ആവും. കാരണം തുടക്കത്തിന് റനീഷ് അങ്ങനെ ആങ്കറിംഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഷോയുടെ. അപ്പൊ അതിന്റെ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാക്സിമം റനീഷ കവർ ചെയ്ത് അതിനെ ഹൈഡ് ചെയ്ത് ആ കോൺഫിഡൻസോടുകൂടി നിൽക്കാൻ റനീഷ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആവുന്നുണ്ട്, എന്നാലും ഒന്ന് മാനേജ് ചെയ്ത് ഒന്ന് പോകുന്നുണ്ട്. കൊള്ളാം. ഓക്കെ, ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ ഒരു പെൻഡന്റ്, ഒരു ഗോൾഡൻ പെൻഡന്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഗോൾഡൻ പെൻഡന്റ് മീൻസ് സ്പെഷ്യൽ പവർ ഉള്ള ഗോൾഡൻ പെൻഡന്റ് ആണ്. ഞാൻ കറക്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂ, അതുപോലെ കഥയല്ല പറയുന്നത്, ഇത് റിവ്യൂ ആണ്. എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്, പോയി കണ്ടു നോക്കിയവരെ ഇത് കാണാവൂ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ അതേപോലെ കഥയല്ല, അതിന്റെ ഓരോ പോർഷൻ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തൊരു ഗോൾഡൻ പെൻഡന്റ് ആണ് തുടക്കത്തിലേക്ക് കാണിക്കുന്നത്. ഇൻഫിനിറ്റി, അതായത് 8 എന്ന് എഴുതിയിരിക്കുന്ന ഒരു മാല. അത് കിട്ടുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ പവേഴ്സ്, പ്രയോറിറ്റീസ്, പ്രിവിലേജസ് ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന് റനീഷ പറയുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ 10,000-ഓളം ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെന്ന് 40 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 40 പേരിൽ 30 പേര് ഡയറക്റ്റ് ലാലേട്ടം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിലൂടെ, അതായത് ഡയറക്റ്റ് ഓഡീഷനിലൂടെ എത്തിയത് 30 പേര്, പിന്നെ മൈജിയുടെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെ എത്തിയ 5 പേര്, അതിനുശേഷം ദെൻ നമ്മുടെ വൈറ്റ് ഗോൾഡിന്റെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെ എത്തിയ 5 പേര്. അങ്ങനെയാണ് 40 പേരാവുന്നത്. റനീഷ ജഡ്ജസിനെയൊക്കെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ അഗ്നിപരീക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ആ പരിപാടീസ് ഒക്കെ പോയി. അവരുടെയൊക്കെ ഇൻട്രോസ് ഒക്കെ കൊള്ളായിരുന്നു. നമ്മൾ പ്രൊമോയിൽ കണ്ട സാധനമായിരുന്നു അവരുടെ യഥാർത്ഥത്തിലുണ്ടായിരുന്ന ഇൻട്രോ. ദെൻ 40 പേരിൽ ഒരു വിന്നറിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നാണ് റനീഷ അഖിൽമാരാറോട് ചോദിച്ചത്. അപ്പൊ അഖിൽമാരാർ പറഞ്ഞത്, എന്നെക്കാൾ മികച്ച ഒരു വിന്നറിനെ എന്ത് ചെയ്യണം, എനിക്ക് കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. 3 ജഡ്ജസും സ്റ്റേജിലുണ്ട്. അപ്പോൾ റിയാസിനെ ആ ടൈമിൽ കാണുന്നത്. അപ്പൊ എന്നെക്കാൾ മികച്ചൊരു വിന്നറിനെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ റിയാസ് താനേ ഒരു രോഗപരാതി എന്നുള്ള ഒരു നിങ്ങൾ ആ എപ്പിസോഡ് ഒന്ന് റീവൈൻഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ നോക്കിയോണ്ടാണ് എനിക്ക് മനസ്സിലായത് ആക്കിയ ഒരു ലെവലില്. എന്നിട്ട് ദെൻ ജഡ്ജസിലേക്ക് ഇരുത്തുന്ന സമയത്തെ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും കൂടി ദയവ് കരുതി എന്ത് ചെയ്യരുത്, വഴക്ക് കൂടരുത് എന്ന് റനീഷയും രഞ്ജിനിയും പറയുന്നുണ്ട്. ആരൊക്കെ? അഖിൽമാരാറും ഈ പറയുന്ന റിയാസും കൂടി, നടുക്ക് രഞ്ജിനി ഇരിക്കുന്നുണ്ട്. ദെൻ അടുത്ത് നമ്മുടെ കണ്ടസ്റ്റൻസ് 40 പേർക്കും കൂടി ഉള്ള ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത്. നമ്മൾ പ്രൊമോയിൽ കണ്ട സാധനം തന്നെയാണ്. നമ്മൾ ഗസ് ചെയ്ത് പറഞ്ഞിരുന്നില്ല, ഏതാണ്ട് ഒരു 90% സാധനം അത് തന്നെയായിരുന്നു. ടാസ്ക് മണിച്ചിത്രത്താഴെന്നായിരുന്നു ടാസ്കിന്റെ പേര്. അതിനകത്ത് നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു. അതായത് 20 പൂട്ടുകളുണ്ട്. ഈ 20 പൂട്ടുകൾ തുറക്കാനുള്ള താക്കോലുകൾ, ഇഷ്ടംപോലെ താക്കോലുകളുണ്ട്. അപ്പൊ ബസർ അടിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ പോയ നെറ്റിൽ താക്കോൽ ഇടണം. ഈ താക്കോൽ എടുക്കുക, താക്കോലിന്റെ പിറകിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ ഇളക്കുമ്പോൾ അതിനകത്തൊരു ഹിന്റ് കാണും. ഈ ഹിന്റിന്റെ ഉത്തരം 20 പൂട്ടുകൾ ഉണ്ടല്ലോ, ഇതിൽ ഏതോ ഒരു പൂട്ടിൽ എന്ത് ചെയ്യും, ഒരു ഹിന്റിന്റെ ഉത്തരം കാണും. എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ഒരു കീ എടുക്കുന്നുണ്ടെങ്കിൽ ആ കീയിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിൽ 9 × 7 എത്രയാ? 63. അപ്പൊ 63 എന്ന് എഴുതിയ ഒരു പൂട്ട് കാണും. പൂട്ടിലും സ്റ്റിക്കർ ഇറക്കണം. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ പൂട്ട് തുറന്ന് ആദ്യം നിങ്ങൾ കീ എടുക്കണം. കീയിൽ ഹിന്റ് ഉണ്ടോ എന്ന് നോക്കണം. ചിലതിൽ ഹിന്റ് കാണത്തില്ല, ചിലതിലെ ഹിന്റ് കാണത്തുള്ളൂ. അപ്പൊ ഹിന്റ് ഉള്ള സാധനമാണെങ്കിൽ ആ ഹിന്റിന്റെ ഉത്തരമുള്ള പൂട്ട് ഏതാണ്, ആ പൂട്ട് കണ്ടുപിടിക്കുക. 20 പൂട്ടുണ്ട്, ആ പൂട്ട് കണ്ടുപിടിച്ച് ആ പൂട്ട് തുറക്കുക. അപ്പോൾ ക്ലൂ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, ആ ക്ലൂവിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, പൂട്ട് നിങ്ങൾ തുറന്നിരിക്കണം, ചാവി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. 20 പേർക്ക് ഇതിനകത്ത് ജയിക്കാനും പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു അത്. ആ ടാസ്കിന്റെ അവസാനം തന്നെ നമ്മുടെ പൂജ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടെ വന്നിട്ടുള്ള ഒരാൾ താക്കോല് പൂട്ട് പിണങ്ങും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ചാവി ജാമായിട്ട് തുറക്കാത്തൊരവസ്ഥയായി. അപ്പൊ പൂജ പെട്ടെന്ന് ടെൻഷനായപ്പോൾ പൂജയുടെ അടുത്ത് നിൽക്കുന്ന ഒരു പയ്യൻ ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അവസാനം പൂട്ട് ഒരാളുടെ കയ്യില്, ക്ലൂ ഒരാളുടെ കയ്യില്, ചാവി ഒരാളുടെ കയ്യിൽ, അങ്ങനെയായി അവസാനം ഒരു പൂജ ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് അസ് യൂഷ്വൽ അതിന് തുടക്കത്തിന്റെ ഒരു ആവേശമൊക്കെ. അങ്ങനെ ദെൻ അഖിൽമാരാർ ചോദിക്കുന്നുണ്ട്, ഭാഗ്യം കൊണ്ട് കയറി എന്ന് എത്ര പേര് കരുതുന്നുണ്ടെന്ന്. ഇവരെയൊക്കെ കൊണ്ട് ഈ 19 പേരെ കൊണ്ട് റനീഷ സ്റ്റേജിൽ വരുന്നുണ്ട്. 19 അല്ല 20 പേരെ കൊണ്ട് സ്റ്റേജിൽ വരുന്നുണ്ട്. ബാക്കി 20 പേരുടെ കാര്യം അറിഞ്ഞുകൂടാ എന്നാണ് റനീഷ പറയുന്നത്. ദെൻ പിന്നീടാണ് എനിക്ക് ഈ ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായത്, ഇത് ഗെയിമിന്റെ അല്ലെങ്കിൽ ഒരു ഗെയിമിൽ ഒരാൾ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രിവിലേജ് കിട്ടണമെന്നില്ല. ജഡ്ജസിന്റെ കയ്യിൽ, ഈ 3 ജഡ്ജസിന്റെ കയ്യിലും ഓരോ ഷീറ്റ് വീതം, അതായത് ഇപ്പൊ ഞാൻ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അൻസിഫ് എന്ന് എഴുതി എൻ്റെ പേര്, ഞാൻ ഓഡിഷൻ നടക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അടങ്ങിയ ഒരു പേപ്പർ, എൻ്റെ ഒരു എന്താ പറയാ, നമുക്ക് ഒരു CV എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ബിഗ് ബോസ് ടൈപ്പ് CV, ഒരു ബിഗ് ബോസ് CV ഇവരുടെ 3 പേരുടെയും കയ്യിൽ എന്ത് ചെയ്യും ഉണ്ട്. ഇന്നിപ്പോ 20 കണ്ടസ്റ്റൻസിനെ സെലക്ട് ആക്കിയിട്ടുള്ള അഖിൽമാരാറുടെ കയ്യിലും ആ 20 പേപ്പർ ഉണ്ട്,
രഞ്ജിനിയുടെ കയ്യിലുമായി 20 പേപ്പർ ഉണ്ട്, റിയാസിന്റെ കയ്യിലുമായി 20 പേപ്പേഴ്സ് ഉണ്ട്. അപ്പോ ഈ പേപ്പറിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ വാട്ടെവർ, ആ സാധനം മാറിയാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് നിലപാടില്ലാത്ത ഒരാളായിട്ട് മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഈ ഷോയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞു വന്നതുപോലെ ഒരു ടാസ്കിൽ നമ്മൾ ജയിച്ചു എന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും നമുക്ക് ഈ കടമ്പ കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജഡ്ജിങ് പാനൽ ഈസ് സൂപ്പർ സ്ട്രോങ്. കാരണം ഇവർ ഓരോരുത്തരും ഈ പേപ്പർ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒള്ളി ഇവരൊരു ഗെയിം ജയിച്ചു എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ഇവരുടെ പെർഫോമൻസ്, ഇവരുടെ പേഴ്സണാലിറ്റി, ഇവരുടെ ക്യാരക്ടർ, ഇവരുടെ ബിഹേവിയർ, ഇവരുടെ സ്റ്റാൻഡ്, ഇവരെടുക്കുന്ന നിലപാട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം ഇത് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഇരിക്കും ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഭാഗ്യം കൊണ്ട് എത്ര പേര് കയറി എന്ന് അഖിൽ മാരാർ ചോദിക്കുമ്പോൾ തന്നെ 6 പേര് കൈവെക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ ചിന്തിച്ചൊരു സാധനമുണ്ട്, നന്നായി. കാരണം ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് കയറാൻ പറ്റുന്നത്, അല്ലാതെ ഒരിക്കലും കഴിവ് കൊണ്ട് 14 പേര് കൈവെക്കുന്നുണ്ട്, കഴിവ് കൊണ്ടാണ് കയറുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ല, 14 പേർക്ക് അതിനകത്ത് കഴിവ് കൊണ്ട് കയറാൻ പറ്റുള്ളൂ. കാരണം ഇത് ഭാഗ്യത്തിന്റെ കളി മാത്രമാണ് ഇതിനകത്ത്. അപ്പം അതാണ് ജെനുവിൻ ആയിട്ടുള്ളൊരു ഉത്തരം. അപ്പൊ ഈ ബാക്കി 14 പേര് പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളും ഓൾറെഡി അവരുടെ പേപ്പേഴ്സിൽ നെഗറ്റീവായിട്ട് അവിടെ വീണിട്ടുണ്ടാവും. എന്നിട്ട് പൂജയുടെ കീ പൂജയ്ക്ക് കിട്ടാത്തതും ആ കീ പിണങ്ങിപ്പോയതൊക്കെ പൂജയെടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും പൂജ പറഞ്ഞിട്ട് ആരെയും വിശ്വസിക്കരുത്, എൻ്റെ കൂടെ നിന്ന് അവനെ ഞാൻ വിശ്വസിച്ചിട്ടാണ് കൊടുത്തത്, പിന്നീടാണ് പണി പാളിയെന്നൊക്കെ മനസ്സിലായെന്നൊക്കെ പറയുന്നു. ദെൻ അതിനുശേഷമാണ് റനീഷ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻഫിനിറ്റി പെൻഡുലത്തിനെ കുറിച്ച് ഇൻഫിനിറ്റി പെൻഡുലം അല്ലല്ല പെൻഡന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസിന്റെ പാട്ടൊക്കെ വന്നത്. അപ്പോഴാണ് നമുക്കൊരു ഉണർവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ആ പെൻഡന്റിനകത്ത് ഗ്രീനും റെഡും കളറാണുള്ളത്. അവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ആണെങ്കിൽ അത് നമുക്ക് പച്ചക്കൊടി കാണിക്കുന്ന പോലെയാണ്, നമുക്ക് പ്രിവിലേജ് ഉണ്ടാവും, പവേഴ്സ് ഉണ്ടാവും. റെഡ് ആണെങ്കിൽ ഡേഞ്ചറിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റിയാസ്, രഞ്ജിനി, അഖിൽ മാരാർ ഇവർ 3 പേരടുത്തും ടീമിനെ തിരിക്കാൻ പറയുവാണ്. ടീമിനെ തിരിക്കാൻ പറയുമ്പോൾ റിയാസ് ഒരാളെ വിളിക്കുന്നു, രഞ്ജിനി ഒരാളെ വിളിക്കുന്നു, അഖിൽ മാരാർ ഒരാളെ വിളിക്കുന്നു. അപ്പൊ അതിനകത്താണ് വീണ്ടും ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. അത് ഇവരാണ് ആ ടീമിന് നേതൃത്വം കൊടുക്കുന്നതെന്നല്ല, ഇവർക്ക് ഒരു ടീം വിളിക്കാൻ പറയാണ്. അപ്പൊ റിയാസ് ആദ്യം ഷിബിനെ വിളിക്കുന്നു, രഞ്ജിനി ആരാധ്യയെ വിളിക്കുന്നു, അഖിൽ മാരാർ ബിജു തോമസിനെ വിളിക്കുന്നു. ദെൻ അതിനുശേഷം റിയാസ് ആർക്കാണ്, മറ്റേ പൂജയ്ക്കല്ലായിരുന്നു, മറ്റേ ഇഷ്യൂ പൂജ കയറിക്കോളൂ, അടുത്ത രഞ്ജിനി, ഇവിടെ ഡിവോഴ്സ് ആയ ആരുണ്ട്, 2 പിള്ളേരായിട്ട് ഡിവോഴ്സ് ആയ ആരുണ്ട്, അത് ഞാനുണ്ട്, സാബിറ. അപ്പൊ സാബിറെ എടുക്കുന്നു. അടുത്ത് അഖിൽ മാരാർ എൽദോ എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ റിയാസ് എടുക്കുന്നത് ഷിബിന, പൂജ, അഭിരാം, രാഷ, ആസിയ, അനക, പ്രണവ് ഇവരെത്രയും. രഞ്ജിനി, ആരാധ്യ, സാബിറ, പാർവതി, അമൃത, വർഷ, നയന, രചന ഇവരെത്രയും. അഖിൽ മാരാർ ബിജു, എൽദോ, ഷിജിൻ, ഷാനോ, അമൽ, അപർണ ഇവരെത്രയും പേരാണ് എടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും വിധം റാൻഡംലി ചൂസ് ചെയ്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അഖിൽ മാരാർ പറയുകയാണ്, അഖിൽ മാരാറാണ് തുടക്കത്തിൽ തിരിയിട്ട് കൊടുക്കുന്നത്. സീസൺ 4 റിയാസിനെ ഇഷ്ടപ്പെടാത്ത, റിയാസിന്റെ ഒരു ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ 2 പൊട്ടിക്കാമായിരുന്നു എന്ന് കരുതി ആരുണ്ടെന്ന് ചോദിക്കണം. അപ്പൊ ഇത് അഖിൽ മാരാർ തന്നെ തുടക്കമിട്ട് കൊടുത്ത സാധനമാണ്. ഇത് റിയാസിന് അവിടെ കറക്റ്റായിട്ട് പൊട്ടുന്നുണ്ട്. റിയാസ് തിരിച്ച് അടുത്ത റൗണ്ട് കറങ്ങി റിയാസിന് എടുക്കാൻ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആരുണ്ടെന്ന്. അപ്പോൾ അനഘ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് എന്ത് ചെയ്യാണ്, എനിക്ക് അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇനി ഇത് പിന്നീട് ഇത് വിഷയമാവുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത് റിയാസിന് ഇതിനകത്ത് ഇവർ കൊടുത്തിരിക്കുന്ന ടാഗ് ഗെയിം ചേഞ്ചർ ആണ്. രഞ്ജിനിക്ക് ഇവർ കൊടുത്തിരിക്കുന്ന ടാഗ് ഫിയർലെസ്, പേടിയില്ല എന്നുള്ളതാണ്. അടുത്ത് നമ്മുടെ അഖിൽ മാരാർക്ക് കൊടുത്തിരിക്കുന്നത് റഫ് ആൻഡ് ടഫ്, എന്താ പറയാ, അതിനൊരു മലയാളം വേർഡ് ഉണ്ടല്ലോ, ഒരു കർക്കശക്കാരൻ അല്ലേ. അപ്പൊ അങ്ങനത്തെ 3 പേർക്കും അങ്ങനെ 3 ഇത് കൊടുത്തു. അപ്പൊ ഇവർ സെലക്ട് ചെയ്ത ടീമിൽ നിന്നും റിയാസിനോട് പറയാണ്, നിന്റെ ടീമിൽ നിന്നും നീ ഒരു ഗെയിം ചേഞ്ചറിനെ ചൂസ് ചെയ്യുക, രഞ്ജിനിയുടെ ടീമിൽ നിന്നും രഞ്ജിനി ഒരു ഫിയർലെസ്സിനെ ചൂസ് ചെയ്യുക, അഖിൽ മാരാരുടെ ടീമിൽ നിന്ന് അഖിൽ മാരാർ ഒരു റഫ് ആൻഡ് ടഫിനെ സെലക്ട് ചെയ്യുക എന്ന് പറയാണ്. അങ്ങനെ റിയാസ് പൂജയെ സെലക്ട് ചെയ്യാണ്. കാരണം പൂജ അവിടെ ആദ്യം കരഞ്ഞെങ്കിലും പിന്നീട് അതിനെ സെറ്റാക്കി എന്നൊക്കെ പറഞ്ഞാണ് പൂജയെ സെലക്ട് ചെയ്യുന്നത്. ഫിയർലെസ് ആരാണെന്ന് നോക്കുമ്പോൾ രഞ്ജിനി എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്. റഫ് ആൻഡ് ടഫ് ആരാണെന്ന് നോക്കുമ്പോൾ അഖിൽ മാരാർ ഷിജിൻ ആണ് പറയുന്നത്. കാരണം ഷിജിൻ എന്താണ്, എൻ്റെ സീസണിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞ് തോൽപ്പിക്കാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പോലും മല്ലിട്ട് വന്ന ഷിജിനാണ് എന്ന് പറയുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് അടുത്ത റിയാസിന്റെ ടീമിൽ അനഘയോട് ചോദിക്കുകയാണ്,
അഖിൽ മാരാറുടെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആരാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുക. ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരായിരുന്നു എന്ന് ചോദിക്കാൻ അനഘയെടുത്ത് അതെനിക്ക് അഖിൽ മാരാറായിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. അപ്പൊ ആ കുട്ടി വ്യക്തമായിട്ട് അനഘ പറയുന്നുണ്ട് അത് ബിഗ് ബോസിനകത്ത് ഗെയിമാണ് എനിക്ക് ഇഷ്ടം, പുറത്ത് പൊളിറ്റിക്സ് ഇഷ്ടമല്ല. പക്ഷെ ആ ഒരു ഡയലോഗ് അന്നേരം പറഞ്ഞില്ല എന്നെങ്കിൽ പുള്ളിക്കാരിക്ക് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനം റിയാസ് അവിടെ അച്ചടിച്ച് വെച്ചേനെ. അപ്പം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇനി റിയാസിന്റെ ടീമിനെ മാത്രം വിളിക്കുന്നു ഒരു ടാസ്ക് കൊടുക്കാനായിട്ട് പോവാണ് റനീഷ. ഈ ടാസ്കിൽ ജയിക്കുന്ന 5 പേർ, മൊത്തം ഇതിന് റിയാസിന്റെ ടീമിൽ 7 പേരുണ്ട്. ഓക്കെ, 7 പേരുണ്ട്. അപ്പൊ ഈ ടീമിലെ 7 പേരിൽ 4 പേര് ഈ ടാസ്ക് കഴിയുമ്പോൾ ഡേഞ്ചറിലേക്ക് പോകും, 3 പേര് സേഫ് ആവും. ടാസ്ക് വേറെ ഒന്നുമല്ല, ഇൻവെർട്ടഡ് പിരമിഡ് നമ്മൾ താഴ്ന്ന മുകളിലോട്ടല്ലേ അടുക്കുന്നത്, 6, 5, 4, 3 അങ്ങനെയല്ലേ അടുക്കുന്നത്. ഇതങ്ങനെയല്ല. ആദ്യം നമ്മൾ ഒരു കപ്പ് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്കെയിൽ വെക്കുക. ഓക്കെ, ആദ്യം ഒരു കപ്പ് വയ്ക്കുക, ഒരു സ്കെയിൽ വെക്കുക, ദെൻ 2 കപ്പ് വയ്ക്കുക, സ്കെയിൽ വെക്കുക, 3 കപ്പ് വയ്ക്കുക, സ്കെയിൽ വെക്കുക, അങ്ങനെ 6 എണ്ണം വരെ അടുക്കുക. വീഴാൻ പാടില്ല. മാക്സിമം ബസർ ടു ബസറാണ് ടൈം. അപ്പം ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത 4 പേര് ഡയറക്റ്റ്ലി ഡേഞ്ചറിലോട്ട് പോകും. അല്ലാതെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വിന്നർക്ക് അത് ജഡ്ജിങ് അഭിപ്രായത്തിൽ ആർക്ക് കിട്ടും, ഒരു പെൻഡന്റ്, നമ്മുടെ മറ്റേ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ടാസ്ക് കഴിയുമ്പോൾ എല്ലാവരും വളരെ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ആസിയ, പൂജ, റാഷ, ഷിബിന ഇവർ 4 പേരും ഡേഞ്ചർ സോണിലോട്ട് പോവാണ്. ഡേഞ്ചർ സോണിനെ ഔട്ട് ഹൗസ് എന്നാണ് റനീഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഔട്ട് ഹൗസ് എന്ന് പേരിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡേഞ്ചർ സോണിൽ മാറി 2 എന്താ പറയുക സിറ്റിംഗ് സ്പേസ് ഉണ്ട്, ലെഫ്റ്റും റൈറ്റും. അതിനകത്ത് ആദ്യം 20 പേരെ വിളിച്ചിരുത്തിയിട്ടുണ്ട്. പിന്നെ സേഫ് ആയിട്ടുള്ളവർ അവിടെ ഇരുത്തിയിട്ട് ഡേഞ്ചർ ആയിട്ടുള്ളവർ ഇപ്പുറത്തിരുത്തി. അപ്പം 4 പേരെ എന്ത് ചെയ്തു, ഡേഞ്ചറിലോട്ട് പോയി. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത 4 പേര് കംപ്ലീറ്റ് ചെയ്ത അഭിരാമുണ്ട്, അനഘയുണ്ട്, പ്രണവുണ്ട്. അപ്പോൾ ഇവർ 3 പേര് കംപ്ലീറ്റ് ചെയ്തതിൽ ബെസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തത് പ്രണവാണ് എന്നാണ് റിയാസിന്റെ ടീമല്ലേ റിയാസ് ഒപ്പീനിയൻ പറഞ്ഞത്. അപ്പോൾ പ്രണവിന് എന്ത് കിട്ടി, മറ്റേ പെൻഡന്റ്, ആ ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് പ്രണവിന് കിട്ടുന്നു, കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിവിലേജ് എനിക്ക് തോന്നുന്നു അടുത്ത ടാസ്ക് വരുമ്പോൾ ആർക്ക് പ്രിവിലേജ് കിട്ടും, ഈ പറയുന്ന പ്രണവിന് പ്രിവിലേജ് കിട്ടും. ദെൻ അടുത്ത് സെക്കൻഡ് ടീം രഞ്ജിനിയുടെ ടീമിനെ വിളിക്കുകയാണ്. അതിനകത്ത് രഞ്ജിനി, വർഷ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റ് പക്ക ഡബിൾ സ്റ്റാൻഡ്. അത് അവിടെ ചോദിക്കുന്നുണ്ട് എന്ത് വർഷയുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ, അത് രഞ്ജിനി തന്നെ. നിങ്ങൾ രഞ്ജിനി മാം, രഞ്ജിനി ചേച്ചിയാണ്. രഞ്ജിനിയോ, ഇതിനകത്ത് പേളി എന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയണം. അപ്പം പിന്നെ പുള്ളിക്കാരിക്ക് ഒന്ന് പറയാം, അത് ഞാൻ അങ്ങനെ എഴുതി, ഓക്കെ ഞാൻ ഒന്ന് ചോദിക്കാം. അതൊരു നെഗറ്റീവ് മാർക്കാണ്. നമ്മളൊരു കള്ളം പറഞ്ഞാൽ പോലും ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പരീക്ഷയിലും ഈ ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുമ്പ് പറയണം, നമ്മൾ പറയുന്നത് ശരിയോ തെറ്റോ അതല്ല. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. നമ്മൾ പിടിച്ച മുയലിന് 3 കൊമ്പല്ല 30 കൊമ്പെന്ന് നമ്മൾ പറഞ്ഞാൽ ആ 30 31 ആവരുത്, 29 ആവരുത്, അങ്ങനെ തന്നെ നിൽക്കുക. നമ്മുടെ നിലപാട് തെറ്റോ ശരിയോ അവിടെ നിൽക്കാൻ നമ്മൾ പഠിക്കുക. അതാണ് ആദ്യം ഇവിടെ. അപ്പോൾ വർഷയ്ക്ക് ആദ്യം തന്നെ ഒരു നെഗറ്റീവ് അവിടെ വീണിട്ടുണ്ട്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് കുളംകരയാണ്. ഞാനത് ഗസ് ചെയ്ത ടാസ്ക്കാണ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്റ് കളി, കുളംകര, ഈ ടാസ്കുകളൊക്കെ. പക്ഷേ ഡേ 1 എനിക്ക് തോന്നുന്നു ആ പിരമിഡിന്റെ ടാസ്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ കുളംകരയും ബുദ്ധിമുട്ടാണ്. കാരണം കുളം കര അങ്ങനെയല്ല ഇതിനകത്ത് കളിക്കാനുള്ളത്. എന്താ പറയുക, ലെഫ്റ്റ് റൈറ്റ് ഇന്ന് ഔട്ട് അങ്ങനെയാണ് അതിനകത്ത്. അഖിൽ എന്ന് പറയുമ്പോൾ ഇന്ന്, റനീഷ എന്ന് പറയുമ്പോൾ ഔട്ട്, റിയാസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ്, രഞ്ജിനി എന്ന് പറയുമ്പോൾ റൈറ്റ്, അങ്ങനെയാണ് കളിക്കേണ്ടിയിരുന്നത്. അപ്പൊ ഈ ടാസ്ക് കളിക്കുമ്പോൾ തന്നെ, പക്ഷെ ഇതിനകത്ത് റനീഷ പറയുന്നത് ഇതിനകത്ത് ആദ്യം ഔട്ട് ആവുന്ന 2 പേര് ഡേഞ്ചറിലോട്ട് പോവാണ്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? കാരണം ആദ്യത്തെ റിയാസിന്റെ ടീമിൽ 7 പേരുണ്ടായിരുന്നു. ആ 7 പേരിൽ 4 പേരെ ഡേഞ്ചറിലോട്ട് എടുത്തിട്ടു. അപ്പൊ ഇതിൽ നിന്ന് 4 പേരെ എടുത്തിടണം. അതെന്താ പിന്നെ അങ്ങനെ കാണിച്ചു? അല്ലെങ്കിൽ ആദ്യത്തെ 3 പേരെ ആക്കിയാൽ മതിയായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് 3 പേര്, അപ്പൊ ഇതിൽ നിന്ന് 2 പേരെ മാത്രമേ ആക്കുന്നുള്ളൂ. ആദ്യം ഔട്ടായ ആരാധ്യം നയനയും എന്ത് ചെയ്യുന്നു, ഡേഞ്ചറിലോട്ട് പോകുന്നത്, ഔട്ട് ഹൗസിലോട്ട് പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ, അതായത് നമ്മുടെ സാബിറ, പാർവതി, അമൃത, വർഷ, രചന, ഇവർ ഇത്രയും പേര് സേഫ് ആവുന്നുണ്ട്. അപ്പൊ ഈ സേഫ് ആവുന്നതിൽ നിന്ന് പാർവതിയാണ് അവസാനം വരെ നിൽക്കുന്നത്. കുളംകരയാണല്ലോ, അപ്പൊ അതിന് ലാസ്റ്റ് വിന്നർ ഉണ്ടാവും. പാർവതിക്ക് എന്ത് കിട്ടുന്നു, നമ്മുടെ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ ഡൗട്ട്, ഈ 2 പേരെ മാത്രം എന്തിനാണ് അവിടെ പിടിച്ച് ഡേഞ്ചറിൽ ഇട്ടത്? 4 പേരെ ഇട്ടുകൂടായിരുന്നോ? മറ്റേ ടീമിൽ നിന്ന് 4 പേര്. അപ്പൊ ഈ ടീമിൽ നിന്ന് 4, അവിടെ ഒരു പാർഷ്വാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ ഇത് വരും എപ്പിസോഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കാം. ദെൻ അടുത്ത് അഖിൽ മാരാറുടെ ടീം ടാസ്ക് 3 വിളിക്കുകയാണ്. ബൗൺസിങ് ടാസ്ക് ആണ്. നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസുകൾ വെച്ചിട്ടുണ്ട്, കുറച്ച് ബോളുകൾ തന്നിട്ടുണ്ട്. ബോൾ ഇങ്ങനെ നമ്മളിവിടെ ഇട്ട് കുതിപ്പിച്ച് ഗ്ലാസിനകത്തേക്ക് വീഴ്ത്തുക. മാക്സിമം ബോൾസ് ബസർ ടു ബസറിൽ വീഴ്ത്തുക എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും കുറച്ച് ബോൾസ് വീഴ്ത്തിയിട്ടുള്ള അപർണയും ഷാനോ തോമസും എങ്ങോട്ട് പോവാണ്, നമ്മുടെ
ഔട്ട് ഹൗസിലോട്ട് പോവാണ്, ഡേഞ്ചർ സോണിലോട്ട് പോവാണ്. ഷിജിനും അമലുമാണ് ഏറ്റവും കൂടുതൽ ബോൾസ് അതിൽ കളക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഷിജിന് ആണ് വിന്നറായിട്ട് പെൻഡന്റ് കിട്ടുന്നത്. ഏത് പെൻഡന്റ്? നമ്മുടെ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നത്. ദെൻ മണിച്ചിത്രത്താഴിലെ ബാക്കിയുള്ള 20 പേരുടെ കാര്യം നമുക്ക് നാളെ അവർക്കൊരു ചാൻസ് കൂടി കൊടുക്കാം എന്നുള്ള കാര്യം പറയുവാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ആസ്ഥാനം ഒരു മൊത്തത്തിലുള്ള ഒരു അവലോകനം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പവേഴ്സ് അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രണവ്, പാർവതി, ഷിജിൻ, ഇവർ 3 പേർക്കും പ്രിവിലേജ് ആയിട്ട് നമ്മൾ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടുണ്ട്. ഡേഞ്ചറിൽ അതായത് ഔട്ട് ഹൗസിലേക്ക് ആസിയ, പൂജ, റാഷ, ഷിബിന, ആരാധ്യ, നയന, അപർണ, ഷാനോ തോമസ്, ഇവർ 8 പേരും പോയിരിക്കുകയാണ്. ഇനി നാളെ 20 പേരും കൂടെ വരുമ്പോൾ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സാധനം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചില കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇയാൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഞാൻ പറഞ്ഞുതരാം. തുടക്കത്തിൽ എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് ഫീൽ ചെയ്തത് 1 ഷാനോ തോമസ്, 2 ഷിജിൻ, പിന്നെ 3 നയന, 4 സാബിറ. ഇവരൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുള്ള പേഴ്സൺസ് ആണ്, നല്ല ലെവലിൽ. പിന്നെ റാഷ, അങ്ങനെ കുറച്ച് പേര് എനിക്ക് ഇവർക്ക് കുറച്ചും കൂടി മുന്നോട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. ഷോയെക്കുറിച്ച് ഫസ്റ്റ് ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് ശരിക്കും ലോഞ്ച് എപ്പിസോഡാണ്. നമ്മൾ വിചാരിച്ച സാധനമല്ല, തുക്കട സെറ്റപ്പ് അല്ല, സ്റ്റാർ മാജിക് അല്ല ഈ എപ്പിസോഡിൽ. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു പറയാം. എനിക്ക് പണ്ടത്തെ പോലെ അലയ്ക്കാനും കീറാനും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി നാളത്തെ പ്രൊമോ ഒക്കെ വരും, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എപ്പിസോഡ് കഴിയുമ്പോൾ പ്രൊമോ വരും, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.